അർജുൻ്റെ ഫാമിലിയോട് ഈ ന്യൂസിൽ പറയാനുള്ളത് മാക്സിമം എന്നെ പോലെ ഡീപ്പ് ആൻഡ് ഒരു വൈഡ് സെർച്ച് നമ്മൾ നടത്തുന്നത്. അതിനെ കൊണ്ട് എന്തുമാത്രം ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളമാണ് ചെയ്യുന്നത്. ഇന്നലെ വന്നോട്ട് ശരിക്കും ഉറക്കം പോലും വന്നിട്ടില്ല. വന്നൊരു അല്പം ഒരു അരമണിക്കൂർ വഴങ്ങിയതല്ലാതെ ആ ഒരു രീതിയിലാണ് കാര്യം മുന്നോട്ട് വന്നത്. ഇത്രയും പെട്ടെന്ന് ഈ മഴയൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളൊരു 6-7 മണിയാകുമ്പോൾ, കാരണം മെഷീനറീസ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് വരണം. ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരു 10 മണി 11 മണി നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ NDRF അനുകൂലമായിട്ട് വന്നു. NDRF അനുകൂലമാണ് എങ്കിലും തന്നെ NDRF ഓഫീസ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും അവർ ടയേർഡ് ആയതുകൊണ്ട് അവർ പറഞ്ഞൊരു ഈ 7 മണിക്ക് ശേഷമുള്ള അല്ലെങ്കിൽ 6 മണിക്ക് ശേഷമുള്ളത് കൊളാപ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. രാത്രി പെട്ടെന്ന് ഓടി മാറാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഓടി മാറാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴുമ്പോൾ മുട്ടുകളും താഴ്ന്നു ചെളി, പിന്നെ അവിടെ സ്റ്റക്കായി നമ്മൾ നിൽക്കുക. പെട്ടെന്ന് ഓടി മാറാൻ പറ്റത്തില്ല. ഉണ്ട് അപ്പോൾ രാത്രിയിൽ ഇന്നലെ വെച്ചിരുന്ന ലൈറ്റിംഗ് ഫെസിലിറ്റീസ് അത്ര തന്നെ പോരായിരുന്നു. ആ ലൈറ്റിംഗ് പോരാ. കാരണം നമുക്ക് പെട്ടെന്ന് പകൽ സൂര്യൻ്റെ വെളിച്ചം പോലെ തന്നെ ഈ വെളിച്ചത്തിൻ്റെ ഒരു പ്രകാശം പോലെ ലൈറ്റിംഗ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ട് പിന്നെ ആ ഹിറ്റാച്ച് ഓപ്പറേറ്റേഴ്സ് എല്ലാം അവർ പിൻവാങ്ങി. ആ ഒരു 11 മണിയിൽ നിൽക്കാമെന്ന്, അല്ല 12 മണി മാക്സിമം നിൽക്കാമെന്ന് ഞാനോട് അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. ആ MLA ഉൾപ്പെടെയുള്ള വാക്ക് കൊടുത്തത്. പക്ഷേ ബാക്കിയുള്ള സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ് നൈറ്റ് സെർച്ച് നിർത്തിവെച്ചത് ഇന്നലെ. നമ്മളെ സംബന്ധിച്ച് അവസാന സിഗ്നൽ കിട്ടിയ ഭാഗത്ത് തന്നെ ട്രക്ക് ഉണ്ടാകുമെന്നൊരു നിഗമനമാണല്ലേ? തീർച്ചയായിട്ടും ആ ഒരു പാത്തിൽ തന്നെ ആ ട്രക്ക് ഏകദേശം എല്ലാവരും ഒരു എക്സ്പേർട്സ് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ആ നിഗമനത്തിലേക്ക് അതും അങ്ങനെ ആണ്. ഈ ട്രക്കിന്റെ എതിർപ്പാത്തിലേക്കാണ് ഒരു വേയിലേക്കാണ് ഇത്ര ടെമ്പറേച്ചർ മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഇത് കളക്ടറെ ഞാൻ പ്രത്യേകം ഒരു ഇത് വാങ്ങിച്ചാൽ, അപ്പോൾ കളക്ടർ ഇത് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ആവശ്യം, മിഷനറീസ് ആവശ്യം അങ്ങോട്ട് മാറ്റിക്കോളം പറഞ്ഞിട്ടുണ്ട്. കളക്ടർ ഒരു ലേഡിയാണ്, പുള്ളിക്കാരി നല്ല സപ്പോർട്ടുണ്ട്. ഇന്നലെ തൊട്ടാൽ നല്ല സപ്പോർട്ടുണ്ട്. കളക്ടറും അസിസ്റ്റന്റ് കളക്ടറെല്ലാം സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ആ മെഷീൻസ് നമ്മൾ ഇന്നലെ 5 വലിയ ഹിറ്റാച്ചീസ് തന്നെ മാറ്റി ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു 11 മണി 12 മണി ഓടി ആ ഒരു ഡെബ്രിസിൻ്റെ ഇടയ്ക്ക് ഫുള്ള് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ച് കഴിയാൻ തന്നെയാണ് വിശ്വാസം. ക്ലൈമറ്റ് അനുകൂലമാണ്. ശക്തമായ മഴയാണെങ്കിൽ ഈ ഓപ്പറേറ്റേഴ്സ് നമുക്കല്ല ഈ ഓപ്പറേറ്റേഴ്സും വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇന്നലെ തെരയുന്ന സമയത്ത് മഴ പെയ്തിരുന്നല്ലോ, അവിടെ ചെറിയ രീതിയിലെങ്കിലും മണ്ണിടിച്ചിലുണ്ടായോ? ചെറിയ രീതിയിൽ മണ്ണിടിച്ചിൽ വൈകുന്നേരം ഉണ്ടാകുന്നുണ്ട്. മണ്ണിടിച്ചിൽ ഒരു വൈകുന്നേരം ഇടവിട്ടുള്ള സമയങ്ങൾ മണ്ണിടിച്ചുണ്ടാകുന്നു. അപ്പോൾ താഴെ നിൽക്കുന്ന ഒരു ചെറിയ സിഗ്നൽ വരുന്നുണ്ട്. അപ്പം ഈ കളക്ടറും മിനിസ്റ്റർ എല്ലാം താഴെ നിൽപ്പുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചൂണ്ടി ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, കെയർഫുൾ നിങ്ങൾ അടുത്തൊരു ജീവനുകൾ നിങ്ങളെ കളയരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും റിസ്ക് എടുക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും കൈയും കെട്ടി വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് റിസ്ക് എടുത്ത് എന്തെങ്കിലും ഒരു പോസിബിൾ ആക്കണമെങ്കിൽ ഇതുപോലെ റിസ്ക് എടുത്ത് എന്തെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ. എനിക്ക് ഹോപ്പുണ്ട് ഈ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത് വെള്ളത്തിൽ പോയിട്ടില്ല എന്നുള്ളൊരു 100% ഷുവറാണ്. നേവി ഉദ്യോഗസ്ഥരായിട്ട് പിന്നെ ആർമി പിന്നെ NDRF ഡൈവേഴ്സായിട്ട് പൂർണ്ണമായിട്ട് സംസാരിച്ച് ഒരു കാരണവശാലും ട്രക്ക് വെള്ളത്തിൽ പോയിട്ടില്ല. അതുകൊണ്ട് കരയിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്കൊരു ഇത് വേണം. കാരണം ഒരു മാധ്യമപ്രവർത്തനം കണ്ടല്ലോ, ചെറിയൊരു മണ്ണിടിച്ചിലല്ലത്, ഹ്യൂജ് ആ ഒരു ഏരിയ ആണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുന്ന ആ ലോറി എന്ന് പറഞ്ഞ ഒരു ചെറിയ സിമ്പിൾ സ്പോട്ട് അതിനെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അപ്പോൾ അത് മാക്സിമം അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനാണ് നോക്കുന്നത്. കാലാവസ്ഥ അനുകൂലം അല്ലാത്തതാണ് ഏറ്റവും വലിയൊരു ഇപ്പോഴത്തെ പ്രധാന ഒരു ഘടകം. ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാർത്ത പ്രതീക്ഷിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അർജുൻ്റെ കുടുംബം അത് കുറച്ച് അയച്ചു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒന്ന് കൂട്ടുകാരൻ പറഞ്ഞു ഞാനൊരു സൂപ്പർ ഹ്യൂമൻ പവർ അല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് മാക്സിമം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പോകത്തുള്ളൂ. നമുക്ക് അതാണ് മാക്സിമം എല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും ദിവസം ഒരു 5 ദിവസം ഞാൻ പറഞ്ഞില്ല ഒരു കറക്റ്റ് ദിശയെന്നില്ല. തുടക്കത്തിൽ ഇതിൻ്റെ അകത്തൊരു മൂവ്മെൻറ്റ് നമ്മൾ ആ സ്പോട്ട് ചെയ്യുന്ന സ്ഥലത്ത് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നമുക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. ഞാൻ വന്ന് തുടങ്ങി വെക്കുന്നത് 5 ദിവസം തുടങ്ങി, ഇന്നലെ 3 കൊണ്ടിട്ട് തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. അവിടെ നിന്ന് താഴെ നിന്ന് എല്ലാവരും അത് കണ്ടതാണ്, ആ കാര്യങ്ങളെ കണ്ടതാണ്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായില്ല 5 ദിവസമുള്ള ഫസ്റ്റ് ഡേ ആണ് വന്നിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് അത് സാധ്യമാക്കാമായിരുന്നു. അതുകൊണ്ട് എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ഔട്ട് ചെയ്യാണ്. ഒരു മനുഷ്യൻ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യാണ് ഞാൻ. സൈന്യം വന്നു കഴിഞ്ഞാലും ഈ സ്പോട്ടിൽ തന്നെ ആദ്യം തെരച്ചിൽ നടത്തും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പം ചെയ്ത് ഓപ്പറേറ്റേഴ്സ് വെച്ചാൽ അവരെന്തായാലും നമ്മുടെ ബ്രീഫിംഗ് ആവശ്യപ്പെടും. ഇപ്പം ഇന്നലെ ചെയ്യുകൊണ്ടതുകൊണ്ട് എന്തായാലും ആവശ്യപ്പെടും. എന്താണല്ലോ അപ്പം സജഷൻസ് എന്തായാലും കൊടുക്കും. ആർമിയുടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ആർമിയോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആർമി ഈ അവർക്ക് എന്തെങ്കിലും വേറെ എക്സ്ട്രാ പദ്ധതി ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ആലോചിക്കും. അവരുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. മിക്കവാറും ഇത് തന്നെ ആയിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളതെന്നാണ് എൻ്റെ ഒരു 90% അനുമാനം. എൻ്റെ എന്തായാലും നമുക്ക് അവിടെ സ്പോട്ടിൽ വെച്ച് കാണാം. ഏതായാലും സൈന്യം എത്തുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 60 അംഗ സംഘമാണ് എത്തുക. രക്ഷാദൗത്യത്തിനുള്ള ബാക്കിയുള്ള സംഘം ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല, സ്പോട്ടിലേക്ക് പോയിട്ടില്ല. മഴയും വെളിച്ചക്കുറവും കാരണമാണ് മേഖലയിലേക്ക് പോകാത്തത്. അവരും SDRF ഒക്കെ അടങ്ങുന്ന സംഘം, NDRF ഒക്കെയുള്ള സംഘം അല്പസമയത്തിനകം തന്നെ അപകട സ്ഥലത്തേക്ക് പോകും രക്ഷാദൗത്യത്തിന് വേണ്ടി. ഏതായാലും ഇന്നലെ വൈകിട്ടോടുകൂടി റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ഒരു സിഗ്നൽ ലഭ്യമായിട്ടുണ്ട്. അത് വാഹനത്തിൻ്റെതാണ് എന്നൊരു നിഗമനത്തിലാണ് ഉള്ളത്. അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തന്നെയും ആ വാഹനം ആ ഭാഗത്തുണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ്. അപ്പോൾ അവിടെയാണ്
തിരച്ചിൽ നടത്തിയിരുന്നത്. പക്ഷേ മഴ ശക്തമായി പെയ്തതുകൊണ്ട് രാത്രി 8:30യോടുകൂടി തിരച്ചിൽ നിർത്തുകയാണ് ഉണ്ടായത്. ഇന്ന് സൈന്യം എത്തിക്കഴിഞ്ഞാലും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിനായിരിക്കും പ്രാധാന്യം നൽകുക എന്ന് തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം പറയുന്നത്. അതിനു മുൻപ് മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തിയതാണ്. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റഡാർ സംവിധാനത്തിലേക്ക് മാറിയിരുന്നത്. ഒപ്പം ഈ താഴെയുള്ള ഗംഗാവലി പുഴയിലും വ്യാപകമായി തന്നെ നേവിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും വിധത്തിൽ താഴ്ഭാഗത്തേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന ആ ഒരു സംശയം ദൂരീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തിരച്ചിൽ നടക്കുന്നത്. അർജുൻ മാത്രമല്ല 3 പേർ ഇതിനകം മിസ്സിംഗ് ആണ്. അർജുൻ നമ്മുടെ കോഴിക്കോട്ടുകാരൻ, ബാക്കി 2 പ്രദേശവാസികൾ കൂടി മിസ്സിംഗ് ആണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടന്നുകൊണ്ടിരിക്കുന്നു. വെല്ലുവിളിയായി നിൽക്കുന്നത് മഴ തന്നെയാണ്. മഴ മാറി നിൽക്കുമെന്ന പ്രതീക്ഷയുണ്ട്. സൈന്യം കൂടി എത്തുന്നതോടുകൂടി ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ശുഭകരമായ ഒരു വാർത്ത ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളുമുള്ളത്.